ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തിരുന്നു. അതിൽ യൂട്യൂബ് ചാനൽ എങ്ങനെ നിർമ്മിക്കാം, അതേപോലെ യൂട്യൂബ് ചാനൽ എങ്ങനെ വെരിഫൈ ചെയ്യാം, ഗൂഗിൾ ആഡ്സിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എഴുതി ചോദിച്ച ഒരു കാര്യമാണ് യൂട്യൂബിൽ എങ്ങനെ വ്യൂസ് നമുക്ക് ഉണ്ടാക്കാം, കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോകൾ എങ്ങനെ കാണും, അതേപോലെ എങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല സുഹൃത്തുക്കളും എഴുതി ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പലരെ എനിക്കറിയാം, യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് 1000 സബ്സ്ക്രൈബർ പോലും ആകുന്നതിന് മുമ്പ് പാതി വഴിയിൽ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഉപേക്ഷിച്ച് പോകുന്ന പലരുമുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബിൽ ആദ്യത്തെ 1000 സബ്സ്ക്രൈബർ നേടുക എന്നുള്ളത്. എന്നാൽ 1000 സബ്സ്ക്രൈബർ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ യൂട്യൂബ് വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. കാരണം 1000 സബ്സ്ക്രൈബറിനോട് അടുത്തെത്തുമ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ടാകും. അതിൽ നിന്നും കുറഞ്ഞത് $25-30 അവരുടെ ആഡ്സൺ അക്കൗണ്ടിൽ വരും. അതൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആരും 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞ് യൂട്യൂബ് എന്ന് പറയുന്ന ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്നും വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ 1000 കഴിഞ്ഞ് അത് 10,000-ൽ എത്തി കഴിയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസിയാവും. 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂസ് കിട്ടും. കുറഞ്ഞത് ഒരു പേ ഔട്ടെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കും. അതുകൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും യൂട്യൂബ് എന്ന് പറയുന്ന ഈ നെറ്റ്വർക്കിൽ നിന്നും ആരും വിട്ടുപോകത്തില്ല. എന്നാൽ ഇവിടെ വരെ എത്തണമെങ്കിൽ വളരെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഞാൻ പറഞ്ഞ 10,000 സബ്സ്ക്രൈബറിലെങ്കിലും നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അതേപോലെയുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ 10,000 എത്തിപ്പെടാൻ സാധിക്കും. 10,000 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തു പോകും. പിന്നെ നമുക്ക് ഇങ്ങനെ വ്യൂവേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഒരു 50,000 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അതേപോലെ വ്യൂവേഴ്സും കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ അതുവരെ എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിനുവേണ്ടിയുള്ള ചില ടിപ്സാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെങ്കിലും തട്ടിക്കൂട്ടി 1-2 വീഡിയോ അപ്ലോഡ് ചെയ്യുക, അല്ലെ 10-20 വീഡിയോ അപ്ലോഡ് ചെയ്ത് ഗൂഗിൾ ആഡ്സൺ അപ്രൂവൽ വാങ്ങുക. അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ യൂട്യൂബ് ചാനൽ ഒരു കാരണവശാലും ആരും തുടങ്ങരുത്. കാരണം യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ 10 വീഡിയോകൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് കൊടുക്കാൻ സാധിക്കുന്ന, അതായത് ആ വീഡിയോകൾ ആരെങ്കിലും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലത്തെ വീഡിയോകൾ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ 10 വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള 10 വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള വീഡിയോകൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും എടുക്കുക. കാരണം ആദ്യത്തെ നിങ്ങൾ 10 വീഡിയോകൾ അങ്ങനത്തെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള നിങ്ങളുടെ യൂട്യൂബിലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴാകട്ടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾ ആദ്യം ഇത്രയും സമയമെടുത്ത് ഇത്രയും നല്ല കണ്ടന്റ് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് യൂട്യൂബ് വീഡിയോകൾ ഷെയർ ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്ക് തന്നെയല്ല, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിലൂടെയും നമുക്ക് നമ്മളുടെ യൂട്യൂബ് വീഡിയോകൾ ഷെയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അതേപോലെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ ഒരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഞാനത് തുടങ്ങി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10,000-ഓളം ലൈക്സ് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്ക് പേജിന് വേണ്ടി കൂടുതലൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോകൾ ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിലൂടെയും ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ഫേസ്ബുക്കിലും ലൈക്സ് വന്ന് കൂടുതൽ ആളുകൾ ഫേസ്ബുക്കിലേക്ക് വരാൻ തുടങ്ങി. ഫേസ്ബുക്കിൽ വരുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിലും വരും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ പക്ഷേ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ഒരു ഏറ്റവും നല്ല സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോപ്പുലറായിട്ടുള്ള യൂട്യൂബേഴ്സുമായിട്ട് ബന്ധപ്പെടുക. അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ചാനൽ ഫീച്ചർ ചാനലായിട്ട് കൊടുക്കാൻ ആവശ്യപ്പെടുക. അവർ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫീച്ചേർഡ് ചാനലായിട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ യൂട്യൂബറിന്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിലും എത്താനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ചാനലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ
ഇട്ടിരിക്കുന്ന വീഡിയോകൾ നല്ല വീഡിയോകളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സാധ്യതയുണ്ട്. ഫേസ്ബുക്ക് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു യൂട്യൂബറിന് തുടക്ക സമയത്തിൽ വാട്സപ്പിൽ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആളുകളെ കൊണ്ടുവരാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ അതിലേക്ക് പുതിയ ആളുകളെത്തി കണ്ടന്റ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സബ്സ്ക്രൈബേഴ്സിനെ ആ രീതിയിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോകളുടെ കണ്ടന്റ് എത്ര മനോഹരമായിരിക്കണം. കാരണം ആരും നമ്മളുടെ വീഡിയോകൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ വീഡിയോകൾ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തോന്നണം ഈ ആൾ ഇട്ടിരിക്കുന്ന വീഡിയോ കൊള്ളാം, അല്ലെങ്കിൽ ഇയാൾ ഇനിയും വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് കാണണം എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കണം. അതേപോലെയുള്ള നല്ല വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ 10 വീഡിയോകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ നല്ല വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യം, കോപ്പി റൈറ്റഡ് കണ്ടന്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യരുത്. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ള കണ്ടന്റ് എവിടെ നിന്നെങ്കിലും കോപ്പി ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. 100% അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും കോപ്പി റൈറ്റഡ് കണ്ടന്റ് നിങ്ങളുടെ യൂട്യൂബിൽ യൂസ് ചെയ്യരുത്. കാരണം ആഡ്സൺ, ഗൂഗിൾ എന്ന് പറയുന്ന നെറ്റ്വർക്ക് നിങ്ങൾ എന്ത് തട്ടിപ്പ് കാണിച്ചാലും അവരത് വാച്ച് ചെയ്യുന്നുണ്ട്, അവരത് കണ്ടുപിടിക്കും. 100% നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സസ്പെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും കോപ്പിറൈറ്റ് കണ്ടന്റ് യൂസ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ യൂട്യൂബ് ചാനലാണ് ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോകളിൽ ഉണ്ടാക്കുന്നത് തൊട്ട് ഗൂഗിൾ ആഡ്സൺ അപ്ലൈ ചെയ്തതൊക്കെ ഈ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചാണ് ഞാൻ കാണിച്ചത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 7 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഈ ചാനലിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല. 31 പേര് ഇതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു 2 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ, 2 വീക്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 ആഴ്ച ആയിട്ടുള്ളൂ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. 1-2 വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഒരു ഇൻട്രോ വീഡിയോയും മറ്റൊരു ടെക് വീഡിയോയുമാണ് അപ്ലോഡ് ചെയ്തത്. എന്നാൽ ഇതിൽ 7 സബ്സ്ക്രൈബർ വന്നു. ഞാൻ ഈ 7 സബ്സ്ക്രൈബറിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ ഒരു വീഡിയോയും എങ്ങും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ വ്യൂവേഴ്സ് വന്നു. കാരണം ഒരുപക്ഷെ ഞാൻ ഇതിൽ വ്യൂവർ വരാൻ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ മറ്റ് വീഡിയോകളിൽ ആദ്യം കാണിച്ച വീഡിയോകളിൽ ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് കേട്ട് അവർ സെർച്ച് ചെയ്തായിരിക്കാം ഒരുപക്ഷെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അങ്ങനെയും വരാം. ഇത്രയുമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയുമാണ് ഒരു യൂട്യൂബർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. തുടക്കത്തിൽ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല ഒരു വരുമാനം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നല്ല വീഡിയോകൾ കണ്ടുപിടിക്കുക, നല്ല കണ്ടന്റ് നിങ്ങൾ നോക്കി മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും പണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അതിനെല്ലാം മറുപടി തരുന്നതാണ്. കാരണം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ ഏകദേശം 1.5 വർഷം മുമ്പ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. എനിക്ക് യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടും ആഡ്സനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. പക്ഷെങ്കിൽ എനിക്ക് ആരും ഒരു രീതിയിലുള്ള ഹെൽപ്പും എനിക്ക് ആ സമയത്ത് ലഭിച്ചില്ല. ഞാൻ പിന്നെ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും തന്നെയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഞാൻ യൂട്യൂബ് ചാനലും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്തത്. എന്നെ പോലെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതിനായിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബേഴ്സ് വരത്തുള്ളൂ, വ്യൂവേഴ്സ് വരത്തുള്ളൂ. വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനവും ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ എല്ലാ കമന്റ്സിനും മറുപടി തരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അതേപോലെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.